മലയാള സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ചാൻസിനായി വർഷങ്ങളോളം ഓഡിഷനുകൾ കയറിയിറങ്ങി വെയിൽ കൊണ്ട് ചെരുപ്പ് തേഞ്ഞ എത്രയോ കഴിവുള്ള കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇതിനൊക്കെ നേരെ വിപരീതമായി ജനിച്ച ദിവസം മുതൽ ക്യാമറയുടെ മുന്നിൽ ജീവിച്ച് അച്ഛന്റെ പേര് വെച്ച് മാത്രം സിനിമയിലേക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം കിട്ടുന്ന കുറെ പേരുണ്ട്. അവരാണ് നെപ്പോ കിഡ്സ്. പക്ഷേ സിനിമയിൽ വരാൻ ഇവർക്ക് വലിയ കഷ്ടപ്പാടുകളൊന്നും വേണ്ടായിരിക്കും. ഇവിടെ നിലനിൽക്കണമെങ്കിൽ അച്ഛന്റെ പേര് മാത്രം പോരാ, സ്വന്തമായി കുറച്ചെങ്കിലും കഴിവ് വേണമെന്ന് മലയാളി പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. തമിഴിലെയോ ബോളിവുഡിലെയോ പോലെ അന്ധമായ നെപ്പോട്ടിസം പ്രോത്സാഹിപ്പിക്കുന്നവരല്ല നമ്മൾ. അച്ഛൻ എത്ര വലിയ കൊമ്പത്തെ നടനാണെങ്കിലും മകന്റെ അഭിനയം മോശമാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ ഇരുന്ന് ജനങ്ങൾ കൂവും. മലയാളത്തിലെ നെപ്പോ കിഡ്സിന്റെ കരിയർ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. അതിൽ ആദ്യത്തെ ആൾ സുരേഷ് ഗോപിയുടെ മൂത്ത മകൻ ഗോകുൽ സുരേഷ്. മുദ്ദുഗൗ എന്ന സിനിമയിലൂടെ വമ്പൻ ഹൈപ്പിലാണ് പുള്ളി വന്നത്. അച്ഛന്റെ കട്ട മാസ് ലുക്കും ശബ്ദവുമൊക്കെ പുള്ളിക്കും ഉണ്ടായിട്ടും തെറ്റായ കഥാ തിരഞ്ഞെടുപ്പുകൾ കാരണം ഇന്നും ഒരു വലിയ സോളോ ഹിറ്റ് അടിക്കാൻ ഗോകുലിന് കഴിഞ്ഞിട്ടില്ല. സഹനടനായി ഒതുങ്ങിപ്പോയതല്ലാതെ അച്ഛന്റെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് പോലും എത്താൻ പുള്ളിക്കായിട്ടില്ല. അടുത്തത് മാധവ് സുരേഷ്. സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ മാധവ് സുരേഷിന്റെ അവസ്ഥ ഇതിലും ദയനീയമാണ്. കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെ വന്ന പുള്ളിക്ക് സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത്. ഇന്റർവ്യൂകളിൽ അച്ഛന്റെ പഴയ മാസ് ഡയലോഗുകളും മാനറിസങ്ങളും അനാവശ്യമായി കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കിയത് പ്രേക്ഷകർക്ക് കടുത്ത അരോചകമായി മാറി. ബലം എന്താന്ന് വെച്ചാൽ പടം തിയേറ്ററിൽ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. അടുത്തത് മുകേഷിന്റെയും സരിതയുടെയും മകൻ ശ്രാവൺ മുകേഷ്. കല്യാണം എന്ന സിനിമയിലൂടെയാണ് എൻട്രി നടത്തിയത്. അഭിനയത്തിന്റെ കാര്യത്തിൽ അച്ഛന്റെയോ അമ്മയുടെയോ ഒരു ടാലന്റിന്റെ 100-1 പോലും സ്ക്രീനിൽ കാണിക്കാൻ പുള്ളിക്കായിട്ടില്ല. ആ സിനിമ എപ്പോൾ തിയേറ്ററിൽ വന്നു, എപ്പോൾ തിയേറ്ററിൽ നിന്ന് പോയി എന്ന് പ്രേക്ഷകർക്ക് പോലും ഇപ്പോഴും അറിയില്ല. അടുത്തത് ജയറാമിന്റെ മകൻ കാളിദാസ് ജയറാം. ബാലതാരമായി വന്ന് നാഷണൽ അവാർഡൊക്കെ വാങ്ങിയ കാളിദാസ് ജയറാമിന്റെ മലയാളത്തിലെ കരിയർ ഒരു അട്ടർ ഫ്ലോപ്പ് തന്നെയാണ്. നായകനായി വന്ന പൂമരം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി, ജാക്ക് ആൻഡ് ജിൽ തുടങ്ങി ഒരൊറ്റ പടം പോലും തിയേറ്ററിൽ പച്ച കണ്ടില്ല. ഒടുവിൽ മലയാളത്തിൽ ചാൻസ് കുറഞ്ഞപ്പോൾ തമിഴിലേക്ക് വണ്ടി കയറേണ്ടി വന്നു ഈ താരപുത്രന്. അടുത്തത് വിഷ്ണു വിനയൻ. വൻ ഹിറ്റ് മേക്കറായ ഡയറക്ടർ വിനയന്റെ മകൻ വിഷ്ണു വിനയൻ ഹിസ്റ്ററി ഓഫ് ജോയി എന്ന സിനിമയിലൂടെയാണ് നായകനായി വരുന്നത്. പ്രേക്ഷകർ ആ മുഖം പോലും ഓർത്തുവെച്ചിട്ടില്ല. അഭിനയത്തിലെ പോരായ്മകൾ കാരണം പിന്നീട് പുള്ളിയെ നായകനായി കാണാൻ മലയാളികൾക്ക് ഭാഗ്യമുണ്ടായതുമില്ല. അടുത്തത് നിരഞ്ജ് മണിയൻപിള്ള രാജു. മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജ്. ബ്ലാക്ക് ബട്ടർഫ്ലൈ, ബോബി, സകല കലാശാല തുടങ്ങി എത്രയോ സിനിമകളിൽ പുള്ളി നായകനായി വന്നു. പ്രൊഡ്യൂസർ കൂടിയായ അച്ഛന്റെ പവറിൽ സിനിമകൾ കിട്ടുന്നുണ്ടെങ്കിലും ഒരു നടന് വേണ്ട മിനിമം സ്ക്രീൻ പ്രസൻസോ എക്സ്പ്രഷനോ തരാൻ പോലും പുള്ളിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തിയേറ്ററുകളിൽ തുടർച്ചയായി ഈച്ചയൊടിക്കുന്ന കരിയറാണ് ഇദ്ദേഹത്തിൻ്റെത്. അടുത്തത് പണ്ടത്തെ പ്രമുഖ നടൻ രതീഷിന്റെ മകനായ പത്മരാജ് രതീഷ്. മമ്മൂട്ടിയുടെ ഫയർമാൻ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെയും അച്ചാദിൻ എന്ന സിനിമയിലൂടെയും വലിയ ലോഞ്ചാണ് പുള്ളിക്ക് കിട്ടിയത്. പക്ഷെ ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത അഭിനയശൈലി കാരണം പ്രേക്ഷകർ പുള്ളിയെ പാതി വഴിയിൽ കൈവിട്ടു. ഇന്നിപ്പോൾ എവിടെയെങ്കിലും ഒരു സൈഡ് റോൾ കിട്ടാൻ നോക്കി നിൽക്കുകയാണ് പുള്ളി. അടുത്തത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ക്യാരക്ടർ ആക്ടർ സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ്. മമ്മൂട്ടിയുടെ പത്തേമാരി പോലുള്ള വമ്പൻ സിനിമയിൽ വന്നിട്ടും ഇന്നും ഇൻഡസ്ട്രിയിൽ എവിടെയും അടയാളപ്പെടുത്താതെ പോയ വെറും സഹനടന്റെ സൈഡ് റോളുകളിൽ ഒതുങ്ങിപ്പോയി ഇയാൾ. അച്ഛന്റെ ഒരു അഭിനയ സിദ്ധിയുടെ നിഴൽ പോലും മകനിൽ കാണാനില്ല. അടുത്തത് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ വിജയരാഘവന്റെ മകൻ ദേവദേവൻ. അച്ഛൻ ഇത്രയും വലിയ ലെജൻഡായിട്ടും എൻട്രിയിൽ തന്നെ പതറിപ്പോയ ദേവദേവനെ പിന്നീട് സിനിമകളിൽ ആരും കണ്ടിട്ടുകൂടിയില്ല. ലിസ്റ്റിലെ അവസാനത്തെ ആൾ മലയാള സിനിമയിലെ അഭിനയ ചക്രവർത്തി തിലകന്റെ കൊച്ചുമകൻ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു. മാർക്കോ പോലുള്ള സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ വന്നെങ്കിലും മുത്തച്ഛന്റെയോ അച്ഛന്റെയോ ആ ഒരു പവർഫുൾ ആക്ടിംഗ് ക്വാളിറ്റി സ്ക്രീനിൽ കൊണ്ടുവരാൻ പുള്ളിക്ക് സാധിച്ചിട്ടില്ല. മാർക്കോ ശ്രദ്ധിച്ചാൽ പോലും അറിയാം മുഖത്ത് പുള്ളിക്കധികം എക്സ്പ്രഷൻസ് വരുന്നില്ല. ലുക്ക് കൊണ്ട് ഒരു മാസ് അപ്പീൽ ഉണ്ടെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിൽ പുള്ളി ഒരു പടി പിന്നിലേക്കാണ്. ഇവരുടെ കരിയർ ഗ്രാഫ് നോക്കിയാൽ നമുക്കൊരു കാര്യം എന്തായാലും മനസ്സിലാകും. സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് വിൽക്കാൻ ഇവരുടെ അച്ഛന്റെ പേര് സഹായിക്കുമായിരിക്കും. കാരണം ഫാൻസ് അസോസിയേഷൻ ആദ്യ ദിവസം തിയേറ്ററിൽ വരും. പക്ഷേ രണ്ടാമത്തെ ഷോയ്ക്ക് ആള് കയറണമെങ്കിൽ സ്വന്തം പെർഫോമൻസ് തന്നെ വേണം. മലയാളി പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറുന്നത് ഒരു നല്ല സിനിമ കാണാനാണ്, അല്ലാതെ ഒരു താരകുടുംബത്തിന്റെ തലമുറകളെ സംരക്ഷിക്കാനല്ല. അച്ഛന്റെ കാശും സ്വാധീനവും കൊണ്ട് സിനിമയിൽ വന്നിട്ട് കഴിവില്ലായ്മ കൊണ്ട് കരിയർ നശിപ്പിച്ച ഈ നെപ്പോ കിഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യൂ. ഈ ലിസ്റ്റിൽ വേണ്ടായിരുന്നു അല്ലെങ്കിൽ ആഡ് ചെയ്യണമായിരുന്നു എന്ന് തോന്നിയ നടന്റെ പേരും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.